CPI എതിർപ്പ് അറിയിച്ച ഒരു വിഷയത്തിൽ അവരെ അല്ലാതെ മുന്നണി ചർച്ച ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്. ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്താ ഒരു പ്രശ്നം വന്നാൽ ചർച്ച ചെയ്യുന്നതിനൊന്നും അല്ല. അത് മുന്നണി ചർച്ച ചെയ്ത് എന്ത് തീരുമാനം എടുക്കുമെന്ന് ഇപ്പം നിങ്ങൾ തീരുമാനിക്കണ്ട. മുന്നണി ചർച്ച ചെയ്താലും ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. വേണ്ട, റദ്ദാക്കണമെന്നോ ഞാനിപ്പം പറയില്ല. കാരണം ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള വൈഭവം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ നേതൃത്വത്തിനുണ്ട്. ആ വൈഭവത്തോടുകൂടി നയപരമായ പാളിച്ചകളില്ലാതെയോ മറ്റു കാര്യങ്ങൾ ദോഷകരമല്ലാത്ത, കേരളത്തിലെ ജനങ്ങൾക്ക് ദോഷകരമല്ലാത്ത ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ഞങ്ങൾക്കുണ്ട്. അത് അങ്ങനെ എടുക്കും. മറ്റാരും ഒരു മനപ്പായസവും ഉള്ളതില്ല. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പത്രങ്ങളിലൂടെ പറഞ്ഞാൽ ഞാൻ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? എൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എൻ്റെയോ NCPയുടെ അഭിപ്രായം മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ക്യാബിനറ്റിൽ പറയേണ്ടി വരുമ്പോൾ ക്യാബിനറ്റിലെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനും, മുന്നണിയിൽ പറയുമ്പോൾ മുന്നണിയിൽ പോകുന്ന പ്രതിനിധികളുടെ നിലയ്ക്ക് ഞങ്ങളും അവിടെ ഉന്നയിക്കും. എനിക്കാണെങ്കിൽ 10-40 വർഷമായി സ്ഥിരമായി മുന്നണിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവമുള്ള ഒരാളാണ്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുക എന്ന നയമാണ് ഞങ്ങൾക്കുള്ളത്. ആ നയത്തിൽ തന്നെ ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഒറ്റ കാര്യം കൂടി, NCPക്ക് PM ശ്രീയോട് യോജിപ്പുണ്ടോ ഇല്ലയോ? അല്ല, അതിപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ എൻ്റെ അഭിപ്രായം മാധ്യമങ്ങളിൽ വന്നില്ലേ, പരസ്യമായില്ല. ഞാൻ പരസ്യമായ ചർച്ചയ്ക്ക് ഇടമില്ല എന്നാണ് ഞാൻ പറയുന്നത്. പരസ്യമായ ചർച്ചകൾക്ക് അല്ലാതെ അഭിപ്രായം ഞങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയും. അല്ല, അത് പറയേണ്ട സമയത്ത് പറയും. പാർട്ടി പറഞ്ഞതിന് ശേഷം, പറയേണ്ട സ്ഥലത്ത് പറഞ്ഞതിന് ശേഷമേ പറയുള്ളൂ. CPI ഇന്നലെ എതിർപ്പ് വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. അതെ, അത് ഞാൻ പറഞ്ഞ എല്ലാ കക്ഷികൾക്കും മുന്നണി മര്യാദകൾ പാലിക്കുക എന്നുള്ളൊരു കടമയുണ്ട്. ആ കടമയുണ്ട് എന്ന് പറയുന്ന ഞാൻ മുന്നണി മര്യാദകൾ ലംഘിക്കുന്നതിൽ അർത്ഥമില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി.